കുറച്ച് ടൈം മുന്നേ ലമ്മാർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ലമ്മാർ എന്തോ പുതിയ മാൻഷനൊക്കെ വാങ്ങിയെന്ന് പറയുന്നുണ്ട്. വലിയൊരു മാൻഷനാന്ന് പറയണേ. എന്നെപ്പോൾ ഏതായാലും വിളിച്ചിട്ടുണ്ട്. നമുക്കെന്നൊരു കാര്യം ചെയ്യാം, അങ്ങോട്ട് പോവാം. വിളിച്ച സ്ഥിതിക്ക് പിന്നെ പോവാണ്ടിരിക്കാൻ പറ്റുമോ? ആ മാൻഷൻ്റെ ലൊക്കേഷനൊക്കെ അയച്ചെന്നുണ്ട്. അത് ഏകദേശം ഇവിടെ ആയിട്ടാണ് വരിക. മൗണ്ടൻ ഏരിയയിലാണ് മാൻഷൻ വരുന്നത്. എന്നാലും ലമ്മാറിന് എങ്ങനെയാണാവോ ഇത്രയധികം ക്യാഷ് കിട്ടിയത്? വല്ല ബിസിനസ് വല്ലതും ചെയ്യണ്ടാവോ? എന്തൊട്ട് ബിസിനസ്സാണാവോ? പെട്ടെന്ന് അങ്ങ് കാശാരനായി. ഓക്കെ, ഇവിടെ ഞാൻ ലമ്മാറിൻ്റെ മാൻഷൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് എന്തൊട്ട് ഈ പണിത് വെച്ചേക്കണ്? വലിയൊരു കയറ്റം പോലെ. ഇതാ മാൻഷനിലേക്ക് കയറാനുള്ള വഴിയാവും. മലയുടെ മേലല്ലേ മാൻഷൻ വരണേ. ഇവിടെ പിന്നെ മുമ്പിൽ 2 ഗാർഡ്സൊക്കെ നിൽക്കുന്നുണ്ട്. ഇവന്മാർ നമ്മളെ ഒന്നും ചെയ്യില്ലെന്ന് വിചാരിക്കണു. നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം, ഇത് തന്നെയാണോ ലമ്മാറിൻ്റെ വീടെന്ന്. ഹലോ ചേട്ടാ, അതെ, ഇത് ലമ്മാറിൻ്റെ വീടാണോ? അതെ, ഇത് തന്നെയാണ് ലമ്മാറിൻ്റെ വീട്. അല്ല, നിങ്ങളാരാ? ഞാൻ ലമ്മാറിൻ്റെ ഒരു കൂട്ടുകാരനാ. ലമ്മാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? എന്താ പേര്? എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ. ഓ, ഫ്രാങ്ക്ലിൻ നിങ്ങളായിരുന്നാ? സാറ് അകത്തേക്ക് കയറിക്കോളൂ. ഓക്കെ. ഇവിടെ ആ ഗാർഡ് എന്നോട് കയറാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ലമ്മാർ പറഞ്ഞിട്ടുണ്ടാവും ഇവന്മാരോട്, അതുകൊണ്ടാവും കയറാനായിട്ട് സമ്മതിച്ചേ. ഇത് എന്തത്? പഴനിമലയ്ക്ക് കയറാനുള്ള വഴിയാ. ഒരു കുത്തനുള്ള കയറ്റാണ്. ഇതിപ്പോൾ എവിടെയാണോ ചെന്ന് അവസാനിക്കുക? മാൻഷൻ എവിടെയാ? മാൻഷൻ കാണാനില്ലല്ലോ. ഇതിന് എന്തോരം പോണം? ഓക്കെ, ഇവിടെ ഞാൻ മാൻഷൻ്റെ മേലേക്ക് എത്തിയേക്കാണ് കേട്ടോ. എന്തെങ്കിലും ആവട്ടെ. ഓ, ഇവിടുത്തെ ഷട്ടർ തുറന്നു. എൻ്റെ പൊന്ന്, ഇതെന്തത്? ലമ്മാറിൻ്റെ വീടാണോ കാർ ഷോറൂമാണോ? എന്തോരം കാറിടത്? റോൾസ് റോയ്സ്, കുറെ കാറുണ്ട്. ഇവിടുത്തെ ബുഗാട്ടി ഉണ്ട്, മെക്ലാരൻ ഉണ്ട്, പിന്നെ ഇവിടെ ലംബോർഗിനി ഒക്കെ ഉണ്ട്. എന്നാലും ലമ്മാറിന് ഇവിടെ നിന്ന് ഇത്രയധികം കാശ് കിട്ടിയേ? എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. ഇവിടെ പിന്നെ ലമ്മാറിൻ്റെ ബൈക്കും കൂടി ഇരിക്കുന്നുണ്ട്. ഇനി കാറുകൾ മൊത്തം ലമ്മാറിൻ്റെ ആണോ ഇനി വേറെ ആരെങ്കിലും വന്നോന്ന് എനിക്കറിയില്ല. മുമ്പിൽ എനിക്ക് പ്ലെയിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഗോൾഡൻ ജെറ്റ്. പിന്നെ ഇവിടെ സൈഡിൽ ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ ഒരു റൺവേയും കൂടി കാണാൻ പറ്റും. എന്നാലും ഈ മാൻഷനിൽ കോടികൾ ചിലവായിട്ടുണ്ടാവും. ഈ മാൻഷൻ്റെ പ്രൈസ് ഉണ്ടെങ്കിൽ എൻ്റെ പോലത്തെ 4-5 മാൻഷൻ മേടിക്കാം. അത് വേറെ കാര്യം. അല്ല, ലമ്മാർ എവിടെയാ? കാണാനില്ലല്ലോ. ഓക്കെ, ലമ്മാർ ഇത് എവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ പിന്നെ കുറച്ച് ഗസ്റ്റൊക്കെ വന്നു. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, ലമ്മാറിൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചിട്ട് വരാം. ഓക്കെ, ഇവിടെ ഞാൻ ലമ്മാറിൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ എന്താണ് ബിസിനസ് എന്ന് ചോദിച്ചു നോക്കി. അന്നേരം ലമ്മാർ ഒന്നും പറയണില്ല. അത് മാത്രം ചോദിക്കണ്ടെന്നാ പറയണേ. എന്നോടിപ്പോൾ ഏതായാലും ഈ വീടും പറമ്പും ഒന്ന് കണ്ടോളാൻ പറഞ്ഞു. ലമ്മാർ ഇവിടെ കുറച്ച് ബിസിയാണ്. എന്തോടെ ബിസിനസ്സിൻ്റെ ഡീലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഏതായാലും ഈ വീടൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ എന്തോരം കാറുള്ള? ഇതൊക്കെ ഏതാ കാറ്? ഇതൊരു പഴയ വിൻറ്റേജ് കാറാ. പിന്നെ ഇവിടെ ഒരു ഫെറാറി ഇരിക്കുന്നുണ്ട്, ഒരു ഔഡി R8. ഇവിടെ സാധാരണ ഒരു ഔഡിയുടെ സഡാനുണ്ട്. പിന്നെ ഇവിടെ ലംബോർഗിനി, ജാഗ്വാർ, പിന്നെ അത് മെക്ലാരൻ അല്ലേ, അത് F1. മെക്ലാരൻ F1 ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അംബാസഡർ ഉണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്, ബാറ്റ്മാൻ്റെ വണ്ടി വരെ ഉണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണാവോ ലമ്മാറിന് കിട്ടിയേ? ഇത് ഏത് വണ്ടി? ഇത് എന്നിട്ട് വണ്ടിയാണാവോ? ബഗ്ഗി ടൈപ്പ് വണ്ടിയാ. ഇവിടെ പിന്നെ ഒരു വണ്ടി മൂടി വെച്ചിട്ടുണ്ട്. അത് ഏത് വണ്ടിയാണാവോ? നമുക്ക് വീടിൻ്റെ ഉൾവശം ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഇവിടെ ഞാൻ ലിഫ്റ്റിൽ കയറി മേലേക്ക് എത്തി. വീടിൻ്റെ അകത്തും ഗാർഡ്സ് ഉണ്ട് കേട്ടാ. ഇതെന്തത്? വാഷിംഗ് മെഷീനിൽ ഒന്നിട്ടെ പൈസയാണല്ലോ ഇത്. ഇതിനാണ് ശരിക്കും കാശിൻ്റെ കഴുപ്പെന്ന് പറയാ. പൈസ കുറെ ബാക്കി വന്നപ്പോൾ വാഷിംഗ് മെഷീനിലും കിട്ടു. ശരി എന്നാ. ഇവിടെ പിന്നെ ചെറിയ സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. ഈ ഹെലികോപ്റ്റർ എങ്ങനെ പാർക്ക് ചെയ്ത്? മേലെ റൂഫാണല്ലോ. ചിലപ്പോൾ വല്ല എക്സ്പീരിയൻസ്ഡ് ആയ പൈലറ്റ് ലാൻഡ് ചെയ്തതോ. ഇവിടെ പിന്നെ ചെറിയൊരു ഏരിയ ഉണ്ട്. അവിടെ പിന്നെ ടെലിസ്കോപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മാനത്ത് നോക്കി നിൽക്കാം. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് ക്യാഷ് അടിച്ചു മാറ്റണമെന്നുണ്ട്. പക്ഷെ ഇവിടെ ഗാർഡ്സ് നിൽക്കണ കാരണം എനിക്ക് അടിച്ചു മാറ്റാൻ പറ്റില്ല. ഇവിടെ പിന്നെ ഒരു ഗോൾഡൻ മിനിഗണും ഉണ്ട്. ഒറിജിനൽ ഗോൾഡ് തന്നെയാ. ഇത്രയും കാശുള്ള സ്ഥിതിക്ക് അത് ഫേക്ക് ഗോൾഡ് ആവാൻ ചാൻസ് ഇല്ല. ഇവിടെ പിന്നെ മേലേക്ക് ഒരു വഴിയുണ്ട്. ഇത് പിന്നെ ബെഡ്റൂമാ. ബെഡ്റൂമിൽ തന്നെ ഒരു ടി വിയും 2 ടവർ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ,
അപ്പോൾ ഇതുള്ള വീടിൻ്റെ ഇൻറ്റീരിയർ. ആ, ഇവിടെ ഒരു റൂമും കൂടി ഉണ്ട്. ഇതൊരു ലോക്കർ റൂമാണല്ലോ. നമുക്ക് തുറക്കാൻ പറ്റുമോ? ആ, ഇത് തുറക്കാൻ പറ്റും. ഊഫ്, ഇതിൻ്റെ അകത്ത് നിറച്ച് ഗോൾഡാ. ആ, എനിക്കൊന്നും പറയാനില്ല. ആ, പിന്നെ ലമാർ റീസെൻ്റ്ലി പുതിയ വണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മെക്ലാരൻ 720S. നൈസ് വണ്ടിയാണ് കേട്ടാ. അവിടെ പിന്നെ ബുഗാട്ടിയും ഇരിക്കുന്നുണ്ട്. അത് പിന്നെ വിസിറ്റേഴ്സിൻ്റെ വണ്ടിയാ. ലമാറേ, അതെ, എനിക്ക് ഈ വണ്ടി ഒന്ന് ഓടിക്കാൻ തരുമോ? എനിക്ക് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നീ ഈ വണ്ടി എടുത്ത് ഓടിക്ക്. ഒന്ന് പോയടാ അവിടെ നിന്ന്. അതെന്തല്ല ലമാറേ അങ്ങനത്തെ ഒരു വർത്താനം? ഞാൻ പുറത്തേക്കൊന്നും കൊണ്ടുപോകണില്ല. അവിടെ റൺവേ ഇല്ലേ, ഞാൻ അവിടെ മാത്രം ഓടിക്കണല്ലോ. ഞാൻ വേറെ എങ്ങോട്ടും കൊണ്ടുപോകണില്ലേ. ജസ്റ്റ് ഒന്ന് ഓടിച്ചാൽ മതി. എന്നാലും നീ ഓടിക്കണ്ട. നിനക്കത് ഓടിക്കാനുള്ള യോഗ്യത ഇല്ല. അവിടെ ഒരു അംബാസഡർ ഇരിക്കുന്നുണ്ട്. നീ വേണമെങ്കിൽ അതെടുത്ത് ഓടിച്ചോ. അംബാസഡറാ? അതൊന്നും എനിക്ക് വേണ്ട. ഞാൻ അതിലാണ് വണ്ടി ഓടിച്ച് പഠിച്ചത്. എന്നാൽ പിന്നെ നീ ആ പേട്ട വണ്ടി മോഡിഫൈ ചെയ്ത് നടന്നു. അതിന് നിന്നെ കൊണ്ട് പറ്റുള്ളൂ. എന്നാലും ലമ്മാറെ, ഇത് വേണ്ടായിരുന്നു കേട്ടോ. ഇത് വല്ലാത്ത ചതിയായി പോയി. ഇത്രയും കാലം നീ എൻ്റെ കൂടെ നിന്നു. കുറച്ച് കാശ് കിട്ടിയപ്പോൾ ഇങ്ങനെ അഹങ്കാരം പാടില്ല. ശരിയപ്പോൾ ഞാൻ ഏതായാലും ഇവിടുന്ന് പോവാണ്. ഒരു ദിവസം ഞാനും കുറേ കാശ് ഉണ്ടാക്കടാ. അന്നേരം ഞാൻ കാണിച്ചു തരാം. എന്നാലും എനിക്കൊരു കാര്യം മനസ്സിലാവണില്ല. ലമ്മാരെ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് കാശുകാരനായേ. കഴിഞ്ഞ ആഴ്ച വരെ തെരുവിൽ ജീവിച്ച ആളാണ്. ഇന്നിവിടെ വലിയ മാൻഷനിലൊക്കെ താമസിക്കണേ. എനിക്ക് തോന്നണതേ ലമ്മാർ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് ചെയ്യണ്ടാവുന്ന. മയക്കുമരുന്ന് കടത്ത, ഗോൾഡ് കടത്ത. നേരത്തെ കണ്ടില്ലേ മാൻഷൻ്റെ അകത്ത് ഗോൾഡ് ഇരിക്കണ്ടായിരുന്നു ഇഷ്ടം പോലെ. ലമ്മാർ എന്തോ ഇല്ലീഗലായിട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഏതായാലും ഉറപ്പാ. അല്ലാണ്ട് ഇത്രയും പെട്ടെന്ന് കാശുകാരനാവില്ല. അതിപ്പോൾ ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും. എനിക്ക് പക്ഷേ ആ മെക്ലാരനില്ലേ, അത് ഭയങ്കര ഇഷ്ടമായി. എനിക്കൊന്ന് ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ലമ്മാർ സമ്മതിച്ചില്ല. ഓടിക്കണ്ട ശരി, ജസ്റ്റ് ഇരുന്ന് നോക്കാൻ പോലും സമ്മതിച്ചില്ല. കുറേ കാശ് കിട്ടിയെന്ന് കരുതിയിട്ട് ഇത്ര അഹങ്കാരം പാടില്ലായിരുന്നു. എൻ്റെ മനസ്സ് ഇപ്പോൾ പറയണത് ആ കാറങ്ങ് അടിച്ചു മാറ്റിയാലോ എന്നാ. ആ കാർ അവിടെ നിന്ന് അടിച്ചു മാറ്റണത് വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അവിടെ ഇഷ്ടം പോലെ ഗാർഡ്സ് ഉണ്ട്. ആ, നോക്കി നോക്കാം. അടിച്ചു മാറ്റാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പോയിട്ട് അടിച്ചു മാറ്റാം. ഓക്കെ, ഇവിടെ ഞാൻ വീട്ടിലേക്ക് എത്തിയേക്കാണ്. നമുക്ക് രാത്രി ആവണ വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് പോയിട്ട് ആ വണ്ടിയും അടിച്ചു മാറ്റാം. അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ പിന്നെ വെപ്പൺസ് ഒന്നും ഇല്ല. ആകെ ഒരു പിസ്റ്റൽ മാത്രമേ ഉള്ളൂ. ഞാൻ പക്ഷെ ആരെയും കൊല്ലണമെന്നില്ല. അത് വേറെ കാര്യം. പോയിട്ട് ആ വണ്ടി അടിച്ചു മാറ്റുക, സ്ഥലം വിടുക, അത്രേ ഉള്ളൂ. എന്തായാലും രാത്രി ആവാൻ കുറച്ച് ടൈം എടുക്കും. അതൊരിക്കും 2 എണ്ണം അങ്ങ് അടിച്ചേക്കാം. 6 hours later. ഓക്കെ, ഇവിടെ അങ്ങനെ രാത്രി ആയേക്കാണ്. നമുക്കിനി നേരെ ലമ്മാരുടെ വീട്ടിലേക്ക് പോവാം. ഞാൻ പിന്നെ സ്വന്തം വണ്ടി എടുക്കണില്ല, വല്ലവരുടെ വണ്ടി എടുക്കാം. അതായിരിക്കും നല്ലത്. എന്തായാലും അവിടെ നിന്ന് വണ്ടി അടിച്ച് മാറ്റുമ്പോൾ ഈ വണ്ടി അവിടെ ഇട്ടിട്ട് പോരേണ്ടി വരും. അതുകൊണ്ട് വല്ലവരുടെ വണ്ടി എടുത്തുകൊണ്ട് പോണത് നല്ലത്. ഓക്കെ, ഇവിടെ ഞാൻ ലമ്മാരുടെ മെൻഷനിലേക്ക് എത്തിയേക്കാണ്. മുമ്പിൽ 2 ഗാർഡ്സ് നിൽക്കുന്നുണ്ട്. നമുക്ക് അവരെ നൈസായിട്ട് അങ്ങ് തട്ടിക്കളയാം. ഓക്കെ, ഓർത്തനെ ഞാൻ അടിച്ചിട്ടു. മറ്റേനെന്താ പൊട്ടനാണോ? അവൻ്റെ മുമ്പിൽ വെച്ചിട്ടാണോ ഞാൻ അടിച്ചിട്ട്? ഉയ്യോ, അവൻ കണ്ണെടുത്തു. ഫയർ ചെയ്യില്ല. ജസ്റ്റ് മിസ്. അവനെങ്ങനെ ഫയർ ചെയ്താ ഇപ്പോൾ പണി പാളിയാനെ. ഞാനിപ്പോൾ ഏതായാലും ഈ 2 എണ്ണത്തിനെ അടിച്ചിട്ടുണ്ട്. നമുക്കിനി പതുക്കെ മേലേക്ക് കയറാം. ഓക്കെ, ഇവിടെ ഞാൻ പതുക്കെ മേലേക്ക് കയറാണ്. മുമ്പിൽ പിന്നെ ഗാർഡ്സ് നിൽക്കുന്നുണ്ട്. അവർ കാണാണ്ട് നമുക്ക് കയറി പോകണം. ഓക്കെ, ഞാനങ്ങനെ മേലേക്ക് എത്തി. ഈ വണ്ടി ഇപ്പോൾ ഏതായാലും ലോക്കാന്ന് എനിക്കറിയാം. നമുക്കെന്നൊരു കാര്യം ചെയ്യാം. ഇത് ലോക്ക് പിക്ക് വെച്ചിട്ട് തുറക്കാം. അവന്മാരുടെ ശ്രദ്ധ പിന്നെ അങ്ങോട്ടാ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് പെട്ടെന്ന് തുറക്കാനായിട്ട് ശ്രമിക്കാം. ഈ ബുഗാട്ടി ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അർത്ഥം വിസിറ്റേഴ്സ് ഇതുവരെയ്ക്കും പോയിട്ടുണ്ടാവില്ല എന്നാ. അത് നമുക്ക് നോക്കണ്ട. അവർ പോവേ വരെ എന്തുടച്ച ചേട്ടാ. നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ ഈ വണ്ടി എങ്ങനെയൊക്കെയോ ലോക്ക് പിക്ക് വെച്ച് തുറന്നു. നമുക്കിനി ഇതും കൊണ്ട് വേഗം സ്ഥലം വിടാം. ഇല്ല, അമ്മമാരുടെ ഗാർഡ്സ് ശരിക്കും പൊട്ടന്മാരുണ്ട് കേട്ടാ. ഞാനിവിടെ നിന്ന് ഒരു വണ്ടി അടിച്ച് മാറ്റി കൊണ്ടുപോവാണ്. ഇവന്മാരത് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ പൊട്ടന്മാർ അപ്പോഴും അറിഞ്ഞില്ല. ഇവിടെ വണ്ടി നൈസായിട്ട് താഴത്തേക്ക് വീണു. ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമുക്ക് ഈ വണ്ടി റിപ്പയർ ചെയ്തെടുക്കാം. അത് മാത്രമല്ല, ഈ വണ്ടിയുടെ പെയിൻറ് കൂടി മാറ്റണം. വേറെ ഏതെങ്കിലും കളർ പെയിൻ്റ് അടിക്കാം.
1 hour later. ഓക്കെ, ഇവിടെ ഞാൻ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്തു. അത് മാത്രമല്ല, പച്ച കളർ പെയിൻറ് കൂടി മടിച്ചു. എനിക്ക് പച്ച കളർ പെയിൻറ് ഇഷ്ടമായി. കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതൊരിക്കലും പോലീസ് കേസൊന്നും ഉണ്ടായില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്.